കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 33 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു പ്രധാനാചാര്യന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു, മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി. വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവനാ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായിത്തീരുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും പരിസയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില നഗ്ന സത്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചാൽ മതി. ഏദൻ തോട്ടം കർത്താവ് ആദത്തെയും ഹവ്വായെയും ഏൽപ്പിച്ചു. അവർക്ക് എഴുതി കൊടുത്തൊന്നുമില്ല, ഉടമസ്ഥാവകാശം കൊടുത്തില്ല. അത് മേൽനോട്ടം വഹിക്കാൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചു. ഇതുപോലെ നമ്മൾ കാണുന്നു, മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചു. എഴുതി കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരുടെ ദുർമോഹം കാരണം, അഹങ്കാരം കാരണം അവർ ചിന്തിച്ചത് അവകാശികളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ ചില പാപങ്ങൾ സോഷ്യൽ സിൻസ് എന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ പാപം ചെയ്യുമ്പോൾ എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, മറ്റുള്ളവരെയും ബാധിക്കും. ഒരാൾ ബലാത്സംഗം ചെയ്യുമെന്നോർത്ത്, അപ്പോൾ ആ ചെയ്യുന്നയാൾക്ക് മാത്രമല്ല ദ്രോഹം വരിക, പാപത്തിൽ നിബന്ധിക്കുന്നു. പക്ഷെ മറ്റൊരാൾ അവിടെ അഫക്റ്റഡ് ആകുന്നുണ്ട്, അവരെ കൂടി അത് ബാധിക്കുന്നുണ്ട്. മോഷണം നടത്തുമെന്നോർത്തു, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, മറ്റൊരുവൻ അർഹമായത് നമ്മൾ തട്ടിയെടുക്കുകയാണ്. അപ്പം അവനും അവിടെ നഷ്ടം വരുന്നുണ്ട്. കൊലപാതകം വേണേൽ അതിൻ്റെ പേരിൽ ഒരു കുടുംബം അനാഥമായേക്കാം, അവരുടെ അത്താണിയായിരിക്കാം അവിടെ ഇല്ലാതാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള കാരണം, പ്രത്യേകിച്ച് ഒരു 3 പാപങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അഹങ്കാരം, സ്വാർത്ഥത, അസൂയ. നിങ്ങളിൽ പലരും ഒരുപക്ഷെ മത്സ്യ മാംസ വർജന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം. വേറെ ഇതിനേക്കാൾ കൂടുതൽ 6-7 ഐറ്റമൊക്കെ വേണ്ടാന്ന് നോക്കുന്നവരുണ്ട്. നമുക്ക് ഈ നോമ്പുകാലം കുറച്ചുകൂടി അർത്ഥവത്താകാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ 3 പാപങ്ങൾ
അത് വർജിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. മാംസവർജനം നടത്തിക്കുക നല്ലതാണ്, നമുക്കൊരു ആത്മനിയന്ത്രണത്തിനൊക്കെ നല്ലതാണ്. ഇനി അത് ചെയ്യുമ്പോൾ ആ കൂടെ കർത്താവേ, എൻ്റെ അഹങ്കാരം അതെന്നിൽ നിന്നും പിഴുതെറിയാനുള്ള ഒരു കൃപ തരണമേ. ഈ ഒരു പരിത്യാഗ പ്രവൃത്തി ചെയ്യുമ്പോൾ അതോടൊപ്പം നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകേണ്ടതിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. വേണേ മത്സ്യവും നമ്മൾ ഉപവസിച്ച് വേണ്ടാന്ന് വെച്ച് ഒരു പരിത്യാഗ പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരിക്കാം. കർത്താവെ, അതോടൊപ്പം എൻ്റെ സ്വാർത്ഥത എന്നിൽ നിന്ന് അകറ്റാൻ, അത് പിഴുതെറിയാൻ, അത് ഉപവസിക്കാനുള്ള ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. വേറെ ചിലർ മധുരം, ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടാന്ന് വയ്ക്കുന്ന വ്യക്തികളായിരിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്നതും പ്രയത്നിക്കുന്നതും നല്ലതാണ്. എൻ്റെ അസൂയ വേരോടെ പിഴുതെറിയണം. ഇന്നത്തെ രണ്ട് വായനകൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അഹങ്കാരം കയറി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കാര്യമൊക്കെ മറന്നു, അവരുടെ അവകാശങ്ങളും മൂല്യങ്ങളുമൊക്കെ വെടിഞ്ഞ് പെരുമാറുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. അതാണ് കൃഷിക്കാർ ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ അസൂയ, സ്വാർത്ഥത, ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂടപ്പുറപ്പാണ്. നമ്മൾ ദൈവത്തെ അറിയുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും അതിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബങ്ങളിലുണ്ടാകുന്നത്, സമൂഹത്തിലുണ്ടാകുന്നത്, അതിൻ്റെയൊക്കെ പിന്നിൽ ഈ രണ്ട് വില്ലന്മാരുണ്ടാകും: സ്വാർത്ഥത, അസൂയ. യാക്കോസ്ലിയ 3-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം: എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളും ഉണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും മുളയെടുക്കും. നമ്മുടെ കുടുംബത്തിലാണേലും നമ്മുടെ പ്രയർ ഗ്രൂപ്പിലാണേലും സമൂഹത്തിലാണേലും ഒക്കെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളും ഉയർന്നു വരുന്നോ, നിലകൊള്ളുന്നോ, അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും തലപൊക്കും. അത് വരാതിരിക്കാൻ നമ്മൾ ഈ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ രണ്ട് വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ട് ഗണം ആൾക്കാരെ കാണാൻ പറ്റും. ഒന്ന് അനീതി പ്രവർത്തിക്കുന്നവർ, മറ്റൊന്ന് അനീതി സഹിക്കുന്നവർ. ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് പഴയ നിയമത്തിലെ ജോസഫ് അനീതി സഹിച്ച ഒരു വ്യക്തിയാണ്. സ്വന്തം സഹോദരങ്ങൾ അവനെതിരെ പെരുമാറുന്നത് കാണാൻ പറ്റും. സഹോദരങ്ങൾ അനീതി പ്രവർത്തിച്ചു, ജോസഫ് അനീതി സഹിച്ചു. രണ്ടുപേർക്കും വചനം നിർദ്ദേശം തരുന്നുണ്ട്, താക്കീത് തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഈ കൃഷിക്കാർ അവർ ചെയ്തത് അനീതിയാണ്. ഉടമസ്ഥനയച്ച ആളുകളെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് അനീതിയാണ് അവർ കാണിച്ചത്. അനീതി പ്രവർത്തിക്കുന്നവർക്ക് ദൈവം നൽകുന്നൊരു താക്കീതുണ്ട്. അത് ആമോസ് 5-ാം അധ്യായം 21 മുതൽ 24 വരെ ഒന്ന് വായിച്ചാൽ മതി. നീ അനീതി പ്രവർത്തിക്കുമ്പോൾ, അസത്യത്തിൽ നീ ജീവിക്കുമ്പോൾ, നീ എത്ര ബലിയർപ്പിച്ചാലും ഞാനത് സ്വീകരിക്കത്തില്ല. നീ എത്ര മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഞാനത് കേൾക്കത്തില്ല. 24-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്: നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ. ഈ രണ്ട് കാര്യങ്ങളെ തൊടാതെ നമ്മൾ വേറെ എന്തെല്ലാം വർജന നടത്തിയെന്ന് പറഞ്ഞെന്നാലും ദൈവത്തിന് പ്രീതികരമാവണമെന്നില്ല. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ. ഇതിന് ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നീളം വേണമെന്നൊന്നുമില്ല. ദൈവം ആ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നത്, ഫലമണിയുന്നത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അനീതി സഹിക്കുന്നവരുടെ കാര്യം അവരെന്താ ചെയ്യേണ്ടത്? ഉൽപ്പത്തി 21 വായിച്ചാൽ അബ്രാഹത്തിൽ നിന്നുണ്ടായ ഒരു കുഞ്ഞാണ് ഇസ്മായേൽ. ഹാഗാറും ഇസ്മായേലും അവരെ കൊണ്ടുപോയി അത്യാവശ്യത്തിന് കുറച്ച് റൊട്ടിയും വെള്ളമൊക്കെ ആയിട്ട് യാത്രയാക്കി മരുഭൂമിയിൽ അവിടെ കൊണ്ടാക്കി. റൊട്ടി ഉണ്ടായിരുന്നിടത്തോളം സമയം റൊട്ടി കഴിച്ചു, വെള്ളം കുടിച്ചു, അതെല്ലാം തീർന്നു. അങ്ങനെ കൊച്ച് ദാഹിച്ച് വിശന്ന് കരയുന്ന രംഗം കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഹാഗാർ നല്ലപോലെ വിശപ്പിൻ്റെ വേദന അനുഭവിച്ച് കരഞ്ഞു. ഇവർ
അബ്രാഹത്തിനെതിരെ ഒരു വാക്ക് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഇനി അവര് തിരിഞ്ഞത് ദൈവത്തിങ്കിലേക്കാണ്. അനീതി പ്രവർത്തിച്ചത് മനുഷ്യരാണെങ്കിലും അവരാശ്രയിച്ചത് ദൈവത്തിലാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു ദൂതനെ അയച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് വെള്ളവും അപ്പവും അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് ദൈവം കൊടുത്ത വാഗ്ദാനം. ഇതിനു പകരം അബ്രാഹത്തിനെതിരെ കീജയ് വിളിക്കാൻ പോയെങ്കിലോ? ശരിക്കും നമ്മൾ അനീതി സഹിക്കുമ്പോഴും നാം ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. നീതി കിട്ടാൻ വേണ്ടി നമുക്ക് കേസ് കൊടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് എൻ്റെ ദൈവമാണ് എനിക്ക് നീതി നടത്തി തരേണ്ടത്. ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ എത്തേണ്ടടുത്ത് കർത്താവ് എത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അനീതി സഹിച്ച ജോസഫ് ചെയ്തൊരു കാര്യം 1 മക്കബായർ 2:53 വായിച്ചാൽ കാണാൻ പറ്റും. കഷ്ടതയുടെ കാലത്തും കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചു. ഇത് പലർക്കും പറ്റാതെ പോകുന്നൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ദുരിതം വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയൊക്കെയല്ലേ വരുന്നത്, പ്രാർത്ഥിക്കാത്തവർക്ക് ഇത്രയും പോലും പ്രശ്നമില്ല, അങ്ങനെയെല്ലാം ചിന്തിച്ചു പോകുന്ന വ്യക്തികൾ, പ്രാർത്ഥന ഉപേക്ഷിക്കാൻ പോലും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അതല്ല നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ്. ഇവിടെ ജോസഫ് അവൻ സഹിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്നെ സഹിക്കുന്നത്, അവനെ സഹോദരങ്ങൾ അവനോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ സഹോദരങ്ങൾ അതിൻ്റെയൊക്കെ ഒരു 10 പോലും നമ്മളോട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് നമുക്ക് കൽപ്പന പാലിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റാതെ പോകുന്ന ആ ഒരവസ്ഥ, നമ്മുടെ മനസ്സ് കലുഷിതമാവുകയും പ്രതികാരദാഹം കയറുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് നമ്മളെ ജീവിത പരാജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജോസഫിൻ്റെ മനോഭാവം ഉൾക്കൊള്ളുവാൻ, അനീതി വെടിയുവാനും അനീതി സഹിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.